നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ ഗതാഗത സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേയുടേത്. കാരണം ഇന്ത്യ സാമ്പത്തികമായി ഇപ്പോഴും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ട്രെയിനിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് സാധാരണ യാത്രക്കാർക്കുള്ളത്. മറ്റ് വികസിത രാജ്യങ്ങളിൽ ഉള്ളവരൊക്കെ സ്വന്തം കാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ, വിമാനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്നും പാസഞ്ചർ ട്രെയിനുകളടക്കം ധാരാളം ട്രെയിനുകളുണ്ട്. രാജ്യം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസവും ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് യാത്രക്കാർ ആ ട്രെയിൻ യാത്രാ സൗകര്യം ഒരുക്കുന്നു. മാത്രമല്ല, മറ്റെല്ലാ ഗതാഗത മാർഗങ്ങളെക്കാൾ ചെലവ് കുറഞ്ഞതും റെയിൽവേയാണ്. റെയിൽവേ ഒരുപാട് പരിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി വലിയ തോതിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. അടിസ്ഥാന സൗകര്യ വികസനം നടത്തുന്നു, പാത ഇരട്ടിപ്പിക്കുന്നു, റെയിൽവേ ബ്രിഡ്ജുകൾ കൊണ്ടുവരുന്നു, വളർന്നു വർത്തുന്നു, വന്ദേ ഭാരത് ട്രെയിനുകൾ വ്യാപിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ബജറ്റിൽ റെയിൽവേ ഏറ്റവും കൂടുതൽ പണം നീക്കി വെച്ചിരിക്കുന്നത് സുരക്ഷയ്ക്കാണെന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും സുരക്ഷ അടിസ്ഥാനപരമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 18 പേർ ചവിട്ടേറ്റ് മരിച്ചത്. അടിസ്ഥാനപരമായി ചില കാര്യങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോഴും ഇന്ത്യൻ റെയിൽവേ പുലർത്തുന്നത്. നേരത്തെ അനൗൺസ് ചെയ്തിരുന്ന ഒരു ട്രെയിൻ പൊടുന്നനെ പ്ലാറ്റ്ഫോം മാറ്റുന്നതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും അപകടമുണ്ടാക്കുന്ന ഒരു പ്രക്രിയ. അത് തന്നെയാണ് ഡൽഹിയിലെ അപകടത്തിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കുംഭമേള നടക്കുന്നത് കൊണ്ട് പ്രയാഗ്രാജിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ടിക്കറ്റ് എടുത്ത് പോവുകയാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് പോകുന്നവരെ ഏത് ട്രെയിനിൽ പോകണം എന്നത് നിശ്ചയിക്കേണ്ട ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട്. ജനറൽ ടിക്കറ്റ് എടുക്കുന്ന ആർക്കും ഏത് ട്രെയിനിലും യാത്ര ചെയ്യാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം എത്തുന്നു. അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇന്നലെ പ്രയാഗ്രാജിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിനിൽ പോകാൻ 1500 പേരാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റ് എടുത്തത്. 1500 പേർക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റ് റിസർവേഷൻ ഇല്ലാത്തവരുടെ കാര്യമാണ്. റിസർവേഷൻ ഉള്ളിടത്ത് കയറാനും കഴിയില്ല. പിന്നെന്തിനാണ് 1500 ടിക്കറ്റ് കൊടുത്തത്? അതുപോലെ തന്നെ ഇവർ നിൽക്കുന്ന ഭാഗത്തേക്കുള്ള 2 ട്രെയിനുകൾ വൈകി വന്നതുകൊണ്ട് അവിടെയും ആൾക്കൂട്ടമുണ്ടായി. അതായത് സമയം കൃത്യമായി പാലിക്കാത്തത് കൊണ്ട് ആൾക്കൂട്ടം പെരുകി. ഒടുവിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, പരസ്പരം ചവിട്ടി 18 പേർ മരിച്ചു. വലിയ നാണക്കേടാണ്. ഞാൻ ഈ വാർത്ത വായിക്കുന്നത് അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഒക്കെ പത്രങ്ങളിലാണ്. അവിടെ അവർക്ക് വലിയ വാർത്തയാണ്. റെയിൽവേയിലെ അപകടം വാർത്തയാണ്. പ്രത്യേകിച്ച് ട്രെയിനിൽ കയറുന്നതിൻ്റെ ഭാഗമായി ജനങ്ങൾ ചവിട്ടേറ്റ് മരിക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അന്തസ്സ് കെടുത്തുന്ന പരിപാടിയാണ്. ട്രെയിൻ പാളം തെറ്റി അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും അത് ആക്സിഡൻ്റ് ആണ്. എന്നാൽ ഇത് ആക്സിഡൻ്റ് അല്ല, മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണ്. കാരണം റെയിൽവേക്ക് ആളെ നിയന്ത്രിക്കാൻ ഇപ്പോഴും അറിയില്ല. ഒരു ട്രെയിനിന് ടിക്കറ്റ് കൊടുക്കുമ്പോൾ ടോക്കൺ സിസ്റ്റം ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ആളുകൾ ക്യൂ നിന്ന് ട്രെയിനിൽ കയറുന്നത് ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. ഡൽഹി മെട്രോ വരുന്നതിന് മുൻപ് ഡൽഹിയിലെ യാത്രക്കാരെല്ലാവരും തന്നെ മുറുക്കിത്തുപ്പുകാരായിരുന്നു. ചെന്നൈയിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. എന്നാൽ മെട്രോ വന്നതോടെ അതിന് പിഴ ഏർപ്പെടുത്തിയതോടെ ഡൽഹി മെട്രോയിലോ ചെന്നൈ മെട്രോയിലോ ഒന്നും ഒരാളും മുറുക്കിത്തുപ്പുന്നില്ല. നിയമം കർശനമായി നടപ്പിലാക്കിയാൽ, പിഴ ഈടാക്കിയാൽ അത് സാധിക്കും എന്നതിന് തെളിവാണ്. അതേപോലെ തന്നെയാണ് റെയിൽവേയുടെ സുരക്ഷയുടെ കാര്യവും. ആളുകൾക്ക് തോന്നിയതുപോലെ വരിക, തോന്നിയതുപോലെ ഓടുക, തോന്നിയതുപോലെ കയറുക എന്നത് ഒഴിവാക്കണം. ഓരോ മനുഷ്യനും ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ കൂടി ഈ ആധുനിക കാലത്ത്, AI കാലത്ത് അവരുടെ ടിക്കറ്റ് ഏത് ട്രെയിനിലേക്കാണെന്ന് ഉറപ്പാക്കാൻ സംവിധാനം ഉണ്ടാക്കണം. അവർക്ക് കയറാൻ ക്യൂ സിസ്റ്റം ഉണ്ടാക്കണം. ആവശ്യത്തിലധികം ആളുകളെ പ്ലാറ്റ്ഫോമിൽ കയറ്റാൻ അനുവദിക്കരുത്. ലക്ഷക്കണക്കിന് വിമാനങ്ങൾ ദിവസവും ലോകത്തിന് നാനാഭാഗത്തേക്കും പറക്കുന്നുണ്ട് എന്ന് ഓർക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ടും വിമാനാപകടങ്ങൾ കുറവാണ്. മാത്രമല്ല, ഓരോ വിമാനവും ഏത് ടെർമിനലിലാണ്, ഏത് ഗേറ്റിലാണ് എന്ന് നേരത്തെ അറിയാൻ കഴിയും. എന്തുകൊണ്ട് റെയിൽവേക്ക് ഇത് നേരത്തെ പറഞ്ഞുകൂടാ? യാത്രക്കാരെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ റെയിൽവേ അടിയന്തരമായി മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത്തരം ദുരന്തങ്ങൾ ഭാരതത്തിൻ്റെ അന്തസ്സാണ് ഇല്ലാതാക്കുന്നത്. ഇവിടെ കുറ്റവാളി റെയിൽവേ തന്നെയാണ്. റെയിൽവേക്ക് ക്രൗഡ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊരു ധാരണയുമില്ല. അത് മനസ്സിലാക്കി കൊടുക്കാൻ ഇനി വൈകരുത്.